മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് റിനി ടോണി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഗായിക വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി മാത്രം TV സ്ക്രീനിൽ എല്ലാ ലാളിത്യത്തോടുകൂടിയും വരുന്ന ഒരു ഗായികയാണ്. അവര് ഈ വലിയ മെത്രാപ്പൊലീത്തയോട് ഒരു 2-3 ചോദ്യം ചോദിച്ചതായിട്ട് അത് കണ്ടവര് എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. വലിയ മെത്രാപ്പൊലീത്തയോട് ഈ സ്ത്രീ ചോദിച്ചത്, നിങ്ങൾ അമ്പലങ്ങളെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹിന്ദു ഈശ്വരന്മാരെ കുറിച്ച് വിവരിക്കാറുണ്ട്, ഹൈന്ദവ ക്ഷേത്ര കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, അത് ബൈബിളിനെതിരല്ലേ? ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാവരുത്, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടായാൽ നിന്റെ 4 തലമുറ ഞാൻ നിന്നെ ദണ്ഡിപ്പിക്കും, അശേര വിഗ്രഹങ്ങൾ തകർക്കുക, മറ്റുള്ളവരുടെ പൂജാഗിരികൾ തകർക്കുക എന്നൊക്കെയല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അമ്പലത്തിൽ പോകുന്നു, എന്തുകൊണ്ട് ആ ക്ഷേത്രത്തിലെ പ്രസാദം സ്വീകരിക്കുന്നു എന്ന് വലിയ മെത്രാപ്പൊലീത്തയോട് ഈ റിനി എന്ന ഗായിക ചോദിച്ചപ്പോൾ മെത്രാപ്പൊലീത്ത ഉത്തരം പറഞ്ഞത് വളരെ രസകരമായി. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പള്ളിയിൽ പൂജിക്കുന്ന അതേ ദൈവത്തെയാണ് അമ്പലത്തിലും കാണുന്നത്, അതുകൊണ്ട് ഞാൻ പൂജിച്ചാൽ എന്താ കുഴപ്പം? അത് 2 ദൈവമാണെന്ന് ചിന്തിക്കുമ്പോഴല്ലേ അതല്ലാതെ വേറൊരു ദൈവം എന്ന പ്രശ്നം ഉദിക്കുന്നത്. ആ പള്ളിയിൽ കാണുന്ന അതേ ഈശ്വര രൂപത്തെ എനിക്ക് അമ്പലത്തിലും ശബരിമലയിലും ഗുരുവായൂരിലും കാണാൻ സാധിക്കുമെങ്കിൽ അത് വേറൊരു ദൈവമല്ലല്ലോ, അതേ ദൈവം തന്നെയല്ലേ. ഞാൻ അമ്പലക്കാരോട് ചോദിക്കും ഇത് ഏത് ദൈവമാണെന്ന്. അവരെന്നോട് പറയും ഒരു ദൈവമല്ലേ ലോകത്തിലുള്ളൂ, നിങ്ങൾ പൂജിക്കുന്ന അതേ ദൈവം തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നവർ പറയും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ പൂജിക്കുന്ന അതേ ദൈവത്തെ എല്ലാ സ്ഥലത്തും കാണാൻ എനിക്ക് സാധിക്കുന്നത് കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിനെ കുറിച്ച് വിവരിക്കുന്നു, ക്ഷേത്ര ഉത്സവങ്ങൾ പോലും ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ വിനായക ചതുർത്ഥിയുടെ അന്ന് ഗണേശ നിമഗ്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും ഞാൻ പോയി. അപ്പൊ ആ കുട്ടി വീണ്ടും ചോദിച്ചു, നിങ്ങൾ ശബരിമലയിലെയും അമ്പലത്തിലെയും പ്രസാദം കഴിക്കുന്നത് ക്രിസ്ത്യൻ വിരുദ്ധമല്ലേ? എനിക്ക് പ്രസാദം വെച്ച് നീട്ടുന്നവരോട് ഞാൻ ചോദിക്കും ഇത് ആരുടെ പ്രസാദമാണെന്ന്. അവർ പറയും ഇത് ഈശ്വരന്റെ പ്രസാദമാണ്, ഇത് ദൈവത്തിന്റെ പ്രസാദമാണെന്ന്. അപ്പൊ ദൈവവും ഈശ്വരനും ഒന്നേ ഉള്ളൂ എങ്കിൽ ആ പ്രസാദവും ഒന്നല്ലേ ഉള്ളൂ. അതവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഴിക്കും, അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് വലിയ മെത്രാപ്പൊലീത്ത വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിഞ്ഞു. അദ്ദേഹം അത് പബ്ലിക്കായിട്ട് പറയാറുമുണ്ട്. മാതാ മൃതാനന്ദമയിക്ക് വേദനാജനകമായ അനുഭവം ഉണ്ടായപ്പോ അമ്മയെയും അമ്മയുടെ പ്രവർത്തകരെയും ആശ്വസിപ്പിക്കാൻ ആദ്യം വന്നത് ഈ വലിയ മെത്രാപ്പൊലീത്തയാണ്. ക്ഷണിക്കാതെയാണ് അവർ വന്നത്, ഒരു സ്വീകരണവും പ്രതീക്ഷിക്കാതെയാണ് ഈ വലിയ മെത്രാപ്പൊലീത്ത വന്നത്. മാത്രമല്ല അമ്മയുടെ ജന്മദിന ആഘോഷത്തിന് 61-62 വയസ്സായപ്പോ അമ്മയുടെ ജന്മദിന ആഘോഷത്തിന് വലിയ മെത്രാപ്പൊലീത്ത ഒരു ദിവസം മുഴുവനോടെ ഉണ്ടായിരുന്നു. മാതാ മൃതാനന്ദമയി എനിക്ക് മകളെ പോലെയാണെന്ന് പറയുകയും ചെയ്തു. അമ്മ വലിയ മെത്രാപ്പൊലീത്തയെ എനിക്ക് പിതൃതുല്യനാണെന്ന് പറയുകയും ചെയ്തു. ആ വലിയ മെത്രാപ്പൊലീത്തയുടെ കൈകളില് അമ്മയുടെ മുഖം ഞാൻ കണ്ടു, അമൃതാനന്ദമയുടെ മുഖം. ഇങ്ങനെ ശരിക്ക് ഒരു മകള് അച്ഛന്റെ കയ്യില് ആശ്വാസവും സ്നേഹവും കണ്ടെത്തുന്ന പോലെ 2 പേരുടെയും മുഖഭാവം ഞാൻ കണ്ടു. അപ്പൊ ആ വലിയ മെത്രാപ്പൊലീത്തയോട് ബഹുമാന പുരസ്സരം, ആദര പുരസ്സരം, ഭക്തി പുരസ്സരം തൊഴുകയോടെ ഗോപാലകൃഷ്ണന് പറയാനുള്ളത് ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ കുഞ്ഞാടുകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഭംഗിയായി വ്യാഖ്യാനിച്ച് ഈ ലോകത്തിലെല്ലാം ഞാനെന്ന ദൈവമേ ഉള്ളൂ, അത് മുസ്ലിം പള്ളിയിലായാലും കാബക്കകത്തോ പുറത്തോ ആണെങ്കിലും ഗുരുവായൂരിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും ചോറ്റാനിക്കരയിലാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആറ്റം എന്ന് പറയുന്നത് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് വാഴപ്പഴത്തിലാണെങ്കിലും ചേനയിലാണെങ്കിലും ചേമ്പിലാണെങ്കിലും മത്തങ്ങയിലാണെങ്കിലും പന്നിയിലാണെങ്കിലും പശുവിലാണെങ്കിലും മനുഷ്യനിലാണെങ്കിലും സൂര്യനിലാണെങ്കിലും ചന്ദ്രനിലാണെങ്കിലും ആറ്റങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുകളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ എല്ലാ ഈശ്വരനും ഒരേ ചൈതന്യത്തിന്റെ ഭാഗമാണെന്നും
ഏകം സദ്വിപ്രാഹ ബഹുദാ വദന്തി എന്നും ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ചലചന്ദ്രവത്. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, എല്ലാവിധത്തിലുള്ള കടലിലും പുഴയിലും കുളത്തിലും കിണറ്റിലും ചിരട്ടയിലെ വെള്ളത്തിലും അതേ ചന്ദ്രന്റെ റിഫ്ലക്ഷനാണ് പലവിധത്തിൽ വരുന്നത് എന്നുള്ളതുപോലെ ഈശ്വരൻ ഒന്ന് തന്നെയാണ്, എല്ലായിടത്തും അതിന്റെ റിഫ്ലക്ഷനാണ് കാണുന്നത് എന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളെയും അല്ലാത്ത മുസ്ലിങ്ങളെയും ഒന്ന് അറിയിക്കാൻ ഈ വൈകിയ വേളയിലെങ്കിലും മെത്രാപ്പൊലീത്ത ഒന്ന് ഇറങ്ങിയാൽ നന്നായിരുന്നു. മനുഷ്യനെ അല്ലയോ പാപികളെ എന്ന് വിളിക്കാതിരിക്കുക. അവനവൻ വിളിച്ചോട്ടെ, ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ വിളിച്ചോട്ടെ. നാട്ടുകാരെ അല്ലയോ പാപികളെ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കാം. അതും കൂടി മെത്രാപ്പൊലീത്ത ഒന്ന് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. അങ്ങക്ക് ഇത്രയും പ്രായമായ സ്ഥിതിക്ക് അങ്ങയെ ക്രിസ്ത്യാനികൾ ഇനി ക്രൂശിക്കില്ല. കുറെ പേര് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് വലിയ മെത്രാപ്പൊലീത്ത അമൃതാനന്ദമയുടെ മഠത്തില് പള്ളിക്കാവില് പോയതിന് കുറെ ക്രിസ്ത്യാനികൾ എതിർത്ത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങയെ ക്രൂശിക്കില്ല എന്ന് തോന്നുന്നു. കാരണം വേറൊരു തരം കുരിശുണ്ടാക്കിയിട്ട് അങ്ങയെ തൂക്കി കൊല്ലില്ല എന്നാ തോന്നണത്, പ്രായം ഇത്രയായതുകൊണ്ട്. അല്ലെങ്കിൽ ചെന്നേനെ ഫാദർ വടക്കനെ ചെയ്ത മാതിരി കുറെ പേരെ ചെയ്യുമായിരുന്നു ഇവര്. ഏതായാലും ആ മരണഭയവും കുരിശിക്കപ്പെടുന്നതിന്റെ ഭയവും ഇല്ലാത്ത രീതിയിൽ അങ്ങക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ പാവപ്പെട്ട ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഇവര് മതം മാറ്റുകയില്ല. എല്ലാ ഈശ്വരനും ഒന്നാണെന്ന് അങ്ങ് പറഞ്ഞാൽ ഇവര് കേൾക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി നമുക്ക് പരസ്പരം മതം മാറ്റാതെ ജീവിക്കാൻ സാധിക്കട്ടെ അങ്ങയുടെ അനുഗ്രഹത്താൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.